ഒരു പ്രമുഖ പ്രതിരോധ വിശകലന വിദഗ്ധൻ ഇപ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന വിലയിരുത്തൽ നൽകിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ ഇന്ത്യയുമായി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രണ്ടാമത്തെ വളരെ ദൈർഘ്യമേറിയ ഒരു സംഘടനത്തിന് സജീവമായി അടിത്തറയിടുകയാണ് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന ഇന്ത്യൻ നഗരങ്ങളിൽ അതിശയകരമായ ആക്രമണങ്ങൾ നടത്തുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് അസീം മുനീർ ഇപ്പോൾ പദ്ധതികൾ തയ്യാറാക്കുന്നത്. പാകിസ്ഥാന്റെ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും വർഷങ്ങളോളം മുനീറിന്റെ അധികാരത്തിലുള്ള പിടി ഉറപ്പിക്കുകയും ചെയ്യുന്ന പരസ്പരമുള്ള ഇന്ത്യൻ പ്രതികരണത്തിന് ഇത് കാരണമാവുകയും ചെയ്യും എന്നും അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 2025 മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ദൂർ വഴി മുനീറിനെ അദ്ദേഹം ആഗ്രഹിച്ചത് കൃത്യമായി ലഭിച്ചു. അതായത് അദ്ദേഹത്തിന് ഇതിൽ വിജയം പ്രഖ്യാപിക്കാനും ഫീൽഡ് മാർഷൽ പദവി നൽകാനും നിയമപരമായ പ്രതിരോധ ശേഷി നൽകാനും ആഭ്യന്തര എതിർപ്പിനെ നിശബ്ദമാക്കാനും സാധിച്ചു എന്നാണ് മുനീർ വ്യക്തമാക്കുന്നത്. അത് വെറും ഒരു ആഗ്രഹം മാത്രമായിരുന്നു. അടുത്ത റൗണ്ട് 3-4 ദിവസമായിരിക്കില്ല, ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുമെന്നും, കാരണം ഒരു നീണ്ട പ്രതിസന്ധി മാത്രമേ അടുത്ത ദശകത്തിൽ തിരശീലയ്ക്ക് പിന്നിൽ ഒരു സ്വേച്ഛാധിപതിയായി ഭരിക്കാൻ ഒരു നല്ല അവസരം ലഭിക്കുമെന്നാണ് മുനീർ ഇപ്പോൾ കരുതുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ മുനീറിനെ എങ്ങനെ അധികാരത്തിൽ നിലനിർത്തുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, മെയ് 2025 പരിമിതമായ 96 മണിക്കൂർ വ്യോമ മിസൈൽ കൈമാറ്റങ്ങൾ, അതായത് പാകിസ്ഥാന് 8 മുതൽ 10 വിമാനങ്ങളും നിരവധി ഉയർന്ന മൂല്യമുള്ള ഡ്രോണുകളും നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പാക് മാധ്യമങ്ങൾ അതിനെ ഒരു തന്ത്രപരമായ വിജയമായിട്ടാണ് ചിത്രീകരിച്ചത്. ഈ ആവേശം ഉപയോഗിച്ച് മുനീർ സ്വയം ഫീൽഡ് മാർഷായി അവരോധിക്കാനും സൈനിക മേധാവിക്ക് ആജീവനാന്ത നിയമ പരിരക്ഷ നൽകുന്ന ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കാനും ജുഡീഷ്യറിയെയും പാർലമെന്റിനെയും നിർവീര്യമാക്കാനും ശ്രമിച്ചു. ഇത് ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് നടന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ജൂൺ മാസം മുതൽ നവംബർ മാസം വരെ 2025 GHQവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു സമർപ്പിത സ്ട്രാറ്റജിക് റോക്കറ്റ് ഫോഴ്സ് സൃഷ്ടിച്ചു. അതേപോലെ തന്നെ ഇന്ത്യൻ വ്യാവസായിക മേഖലകളെയും കിഴക്കൻ ഇന്ത്യയും ലക്ഷ്യം വെച്ചുള്ള പൊതുജന ഭീഷണികൾ നടത്തി. പാകിസ്ഥാൻ ഇപ്പോൾ സിറ്റി ബസ്റ്റർ ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന വൻ പ്രചാരണം നടത്തി. അതേപോലെ തന്നെ ദീർഘദൂര ഫത്താഫോർ, അതായത് 700 കിലോമീറ്റർ അബാബിൽ MRVയുടെ സംഭരണവും പ്രദർശനവും നടത്തി. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിന്റെ അവസാനം, ദ എൻഡ് ഗെയിം, പാകിസ്ഥാന്റെ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുന്ന എന്നാൽ മുനീറിനെ അനിവാര്യമായി നിലനിർത്തുന്ന ഒരു യുദ്ധം. ഇതെങ്ങനെ മുനീറിന് അനിവാര്യമാകുന്നു? അതായത് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ, ഇന്ത്യൻ നഗരങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യ ആനുപാതികമായോ ആനുപാതികമല്ലാത്തതോ ആയ രീതിയിൽ തിരിച്ചടിക്കും. പാകിസ്ഥാൻ നഗരങ്ങൾ, പാകിസ്ഥാന്റെ കറാച്ചി, ലാഹോർ, ഫൈസലാബാദ്, റാവൽപിണ്ടി എന്നിവ സ്തംഭിക്കും. തുറമുഖങ്ങൾ അടച്ചുപൂട്ടും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകരും, പണമയക്കൽ വറ്റും, IMF ട്രാഞ്ചുകൾ മരവിപ്പിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സൈന്യത്തിന് മാത്രമേ ക്രമസമാധാനം നിലനിർത്താൻ കഴിയൂ. അതായത് സിവിലിയൻ സർക്കാർ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തകരും. തലപ്പാവ് ധരിക്കാതെ മുനീർ ഇറാനിയൻ ശൈലിയിലുള്ള പരമോന്നത നേതാവായി മാറും. ശരിക്കും പറഞ്ഞാൽ 2024-25 കാലഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ അതേ രീതിയിലുള്ള മിസൈൽ പ്രചാരണങ്ങൾ, ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത വിക്ഷേപണങ്ങൾ, നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള അതിശയോക്തിപരമായ അവകാശവാദങ്ങൾ, സമ്പദ് വ്യവസ്ഥ തകർന്നപ്പോഴും സൈന്യത്തിന് ചുറ്റും ആഭ്യന്തരമായി അണിനിരക്കൽ, ഇതൊക്കെ പാകിസ്ഥാന്റെ പുതിയ റോക്കറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് PLA റോക്കറ്റ് ഫോഴ്സിന്റെ അതേ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള പല ആസൂത്രണങ്ങളും നടക്കും. ഇന്ത്യൻ അണക്കെട്ടുകൾ, റിഫൈനറികൾ, IT പാർക്കുകൾ എന്നിവയിൽ ആനിമേറ്റഡ് ആക്രമണങ്ങൾ കാണിക്കുന്ന പ്രചാരണ വീഡിയോകൾ പിന്തുണ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യും. ഇവ പ്രതിരോധ നിലപാടുകളല്ല, മുനീറിന് സ്ഥിരം ഭരണാധികാരിയാവാൻ ആവശ്യമായ ആഭ്യന്തര പ്രതിസന്ധി നൽകുന്ന ഒരു വലിയ ഇന്ത്യൻ പ്രതികരണം പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള രാഷ്ട്രീയ ആയുധം. ഇതിന് നമ്മുടെ ഇന്ത്യയും തയ്യാറായിട്ടുണ്ട്. 30 മുതൽ 90 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഏതൊരാക്രമണത്തെയും ഇന്ത്യൻ സൈനിക ആസൂത്രകൾ കണക്കാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. സൈനിക ആസ്തികൾ മാത്രമല്ല, ഇരട്ട ഉപയോഗ അടിസ്ഥാന സൗകര്യങ്ങളും, പവർ ഗ്രിഡുകൾ, ഇന്ധന സംഭരണം, CPEC നോഡുകൾ തുടങ്ങിയവ ലക്ഷ്യമിട്ട് സംഘടിത പ്രതിരോധം നിലനിർത്താനുള്ള പാകിസ്ഥാന്റെ കഴിവ് തകരുന്നത് വരെ ഇത് ലക്ഷ്യമിടുകയും ചെയ്യുന്നു. വൻ ആസൂത്രണങ്ങളുമായി ഇന്ത്യ അതിന് തയ്യാറായി നിൽക്കുക തന്നെയാണ്. ഇതിൽ ഘട്ടം 1 എന്ന് പറയുന്നത് 72 മണിക്കൂറിനുള്ളിൽ PAFനെയും മിക്ക ലോഞ്ചറുകളെയും നിർവീര്യമാക്കുന്ന സാഹചര്യങ്ങൾ വടക്കൻ പടിഞ്ഞാറൻ കമാൻഡുകൾ ഇതിനകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത്. ഘട്ടം 2-ലായോട്ടെ 4 ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ സമുദ്രത്തിലൂടെ അടിക്കാനാണ് ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സമുദ്രത്തിലൂടെ തന്നെ അടിസ്ഥാന സൗകര്യം തകർക്കുക എന്നതാണ്. ഘട്ടം 3 എന്ന് പറയുന്നത് 1 മാസത്തിനപ്പുറം, 30 ദിവസത്തിനപ്പുറം. ഇന്ത്യയുടെ നിബന്ധനകളിൽ പാകിസ്ഥാൻ 3ാം കക്ഷിയുടെ മധ്യസ്ഥത തേടുന്നത് വരെ ഒരു പുതിയ സാധാരണ ഘട്ടമാണ് ഇന്ത്യ നടപ്പിലാക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂർ 2
അതായത് ഈ യുദ്ധത്തെ പറ്റി മുനീറിന് ഭയമില്ല. വളരെ വേഗത്തിൽ തന്നെ തങ്ങൾ ജയിക്കണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഒരു ചെറിയ വിജയം എന്ന് പറയുന്നത് മുനീറിന് മെഡലുകൾ മാത്രമാണ് നൽകുന്നത്. എന്നാൽ ഒരു നീണ്ട വിനാശകരമായ യുദ്ധം എന്ന് പറയുന്നത് ഇയാൾക്ക് പാകിസ്ഥാനെ തന്നെയാണ് നൽകുന്നത്. പാകിസ്ഥാന്റെ പരമോന്നത നേതാവായി മുനീർ മാറുന്നു. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഇതിനകം തന്നെ ലൈവ് സപ്പോർട്ടിലാണ്. അതായത് ദീർഘകാല അസ്തിത്വ പ്രതിസന്ധിക്ക് മാത്രമേ തന്നെ അട്ടിമറിയിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു ജനറലിൽ നിന്ന് ജീവിതകാലം മുഴുവൻ സിംഹാസനത്തിന് പിന്നാലെ തൊട്ടുകൂടാത്ത ശക്തിയായി മാറ്റാൻ കഴിയൂ എന്ന് ഈ സൈനിക മേധാവി കണക്കാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രമുഖ പ്രതിരോധ വിശകലന വിദഗ്ധനാണിപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന വിലയിരുത്തലുകൾ എല്ലാം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഭീകരതയെ ക്യാമറയ്ക്ക് മുന്നിൽ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് നവംബർ 10 ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് പുറത്തുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ തന്റെ രാജ്യത്തിന് നേരിട്ടുള്ള പങ്ക് ഒരു ഉന്നത പാകിസ്ഥാൻ രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഡൽഹി ചെങ്കോട്ട ബോംബാക്രമണത്തിൽ ഇസ്ലാമാബാദിന്റെ പങ്കിനെ കുറിച്ച് ഇദ്ദേഹം ഇപ്പോൾ വീമ്പിളക്കിയിരിക്കുകയാണ്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് തിങ്കളാഴ്ച പാക് അധീന ജമ്മു കാശ്മീരിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ചൗധരി അൻവാറുൽ ഹഖിന്റെ പുതിയ വീഡിയോയാണ് ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. ഇയാൾ വീമ്പിളക്കിയിരിക്കുന്നത് ചെങ്കോട്ട മുതൽ കാശ്മീരിലെ കാടുകൾ വരെ ഇന്ത്യ ആക്രമിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും അങ്ങനെ തന്നെ ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് എന്നും ഇയാൾ ഇപ്പോൾ പ്രസംഗിച്ചിരിക്കുകയാണ്. ഡൽഹി സ്ഫോടനങ്ങളെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ജമ്മു കാശ്മീരിന് പുറത്തേക്ക് കുറച്ചു കാലത്തേക്ക് ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് സ്ഫോടന അന്വേഷണം വ്യക്തമായി കാണിക്കുന്നുവെന്ന് വിശകലന വിദഗ്ധർ ഇപ്പോൾ കരുതുന്നുണ്ട്. ഭീകരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രവർത്തിക്കുന്ന ഒന്നിലധികം ഏജൻസികൾക്കിടയിൽ കൂടുതൽ ഏകോപനവും സുരക്ഷാ ആസൂത്രണത്തിൽ വലിയ മാറ്റവും ആവശ്യമാണെന്ന് വിശകലന വിദഗ്ധർ കരുതുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഓൺലൈനിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മേഖലയിൽ തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും ഒരു മുന്നോടിയായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ കുപ്രസിദ്ധമായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഇന്ത്യയിലുടനീളം വൻതോതിലുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്താനും സമാനമായ മൊഡ്യൂളുകൾ സ്ഥാപിക്കാനും ശ്രമിക്കുന്നുമുണ്ട്. വർഷങ്ങളായി കാശ്മീരിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് തിങ്കളാഴ്ച പാക് അധീന ജമ്മു കാശ്മീരിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ചൗധരി അൻവാറുൽ ഹഖ്. എന്തായാലും ഇയാളുടെ നിയമസഭയിൽ പ്രസംഗം എന്ന് പറയുന്നത് ഡൽഹി ഭീകരാക്രമണത്തെ മഹത്വൽക്കരിക്കുന്ന രീതിയിലായിരുന്നു. പാകിസ്ഥാനിലെ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും അതേപോലെ തന്നെ തിരിച്ചടവുകളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഷഹബാസ് ഷെരീഫ് സർക്കാർ ഇപ്പോൾ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിരോധ വിഹിതത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാന് സാമ്പത്തിക പ്രതിസന്ധി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സൈനിക ചെലവ് കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനർത്ഥം സൈനിക മേധാവി അസീം മുനീറിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികൾ, നാവിക താവളങ്ങൾ, ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്നിവിടങ്ങളെ സുരക്ഷ ശക്തിപ്പെടുത്താൻ ഈ പണം സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സായുധ സേനയ്ക്കായി 50 ബില്യൺ രൂപയുടെ അനുബന്ധ ബജറ്റാണ് ഈ സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം പ്രതിരോധത്തിനായി ഇതിനകം അനുവദിച്ച 2.55 ട്രില്യൺ രൂപയ്ക്കും സൈനിക പെൻഷനുകൾക്കായി നീക്കിവെച്ചിരിക്കുന്ന 1 ട്രില്യൺ രൂപയ്ക്കും പുറമെയാണ് ഈ തുക. ഈ 50 ബില്യൺ രൂപയുടെ വിഹിതത്തിൽ 11 ബില്യൺ രൂപ മാത്രമേ നാവികസേനയ്ക്ക് ലഭിക്കുന്നുള്ളൂ. ഈ ഫണ്ടുകളിൽ ഭൂരിഭാഗവും അസീം മുനീറിന്റെ സൈന്യത്തിനാണ് ലഭിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അസീം മുനീർ കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.